പ്രിയ സഹോദരങ്ങളെ, ഈശോയിൽ ഒന്നിച്ചു ചേരുന്ന ഈ പുതുദിവസത്തിന് ദൈവത്തിന് നന്ദി പറയാം. 25-ാം വാരത്തിലെ ഈ വെള്ളിയാഴ്ച തിരുവചനങ്ങളിലൂടെ നമ്മെ ദൈവം ആത്മീയ യാത്രയ്ക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിന്റെ ഹൃദയത്തിൽ നിലകൊള്ളുന്ന വിഷയം പ്രതീക്ഷ തന്നെയാണ്. പലരും പഴയകാല മഹത്വവും സൗഖ്യവും ഓർത്തു നിരാശയിൽ കഴിയാറുണ്ട്. സാമ്പത്തികമായി, ആരോഗ്യത്തിൽ, കുടുംബബന്ധങ്ങളിൽ. എന്നാൽ കർത്താവിന്റെ വാക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നഷ്ടങ്ങളുടെ ഭാരത്തിൽ കരയാതെ ഭാവിയിൽ ഒരുക്കിയിരിക്കുന്ന അതിലും മഹത്തരമായ അനുഗ്രഹത്തിലേക്കാണ് നമ്മുടെ കണ്ണുകൾ തിരിക്കേണ്ടതെന്ന്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ തകർന്ന ദേവാലയത്തിന് പകരം ദൈവം കൂടുതൽ മഹത്വമുള്ള ഭവനം വാഗ്ദാനം ചെയ്യുന്നു. അതിന്റെ പരിപൂർണതയായി ഇന്നത്തെ ഒന്നാം വായന ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് സ്വന്തം നാടിലേക്ക് മടങ്ങിയ ഇസ്രായേൽ ജനങ്ങൾ തകർന്നുപോയ യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കുമ്പോൾ നേരിടുന്ന നിരാശയും അതിന്റെ നടുവിൽ ദൈവം നൽകുന്ന പ്രത്യാശയും അവതരിപ്പിക്കുന്ന ശക്തമായ സന്ദേശമാണിത്. ആ ദിവസങ്ങളിൽ ദാരിയൂസ് രാജാവിന്റെ 2-ാം ഭരണവർഷത്തിലെ 7-ാം മാസം 21-ാം തീയതി ദൈവവചനം ഹഗ്ഗായി പ്രവാചകൻ മുഖേന ദേശാധിപതി സെറുബാബേലിനോടും മഹാപുരോഹിതൻ യോശുവയോടും ജനങ്ങളിൽ ശേഷിച്ചവരോടുമെത്തി. ഈ ഭവനത്തിന്റെ മുൻകാല മഹത്വം കണ്ടവരാരെങ്കിലുമുണ്ടോ? ഇപ്പോഴത്തെ രൂപം നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ലേ എന്ന ചോദ്യം ദൈവം മുന്നോട്ടു വയ്ക്കുമ്പോൾ ഉടൻ തന്നെ പ്രത്യാശയുടെ വാക്കുകളും നൽകുന്നു. സ്നേഹിതരെ, സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉറച്ച വാക്കുകൾ ഇന്നും നമ്മുടെ മനസ്സുകളിൽ പ്രതിധ്വനിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും നടുങ്ങുമാറാക്കും. എല്ലാ ജാതികളെയും ഇളക്കി അവരുടെ അമൂല്യങ്ങളെയെല്ലാം ഇവിടെ കൊണ്ടുവരും. അപ്പോൾ ഈ ഭവനം മഹത്വത്തോടെ നിറയും. വെള്ളിയും സ്വർണവും എന്റേതാണ്. ഭാവിയിലെ മഹത്വം പഴയതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കും. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും. ഒരിക്കൽ സോളമൻ രാജാവ് പണികഴിപ്പിച്ച അത്ഭുതകരമായ ദേവാലയം ഇസ്രായേലിന്റെ അഭിമാനവും ദൈവസാന്നിധ്യത്തിന്റെ അടയാളവുമായിരുന്നു. പക്ഷേ അത് ശത്രുക്കളുടെ കൈയാൽ തകർന്നു. പ്രവാസം കഴിഞ്ഞ് നാട്ടിലെത്തിയ ജനത അതിന്റെ ശിഥിലാവശിഷ്ടങ്ങൾക്കിടയിൽ പുതിയ ദേവാലയം പണിയാൻ. പ്രിയവരെ, നമ്മുടെ ജീവിതത്തിലും ഇതേ അനുഭവം പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഒരിക്കൽ ബിസിനസ് വിജയകരമായിരുന്നു, ഇന്ന് ഒന്നുമില്ല. കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞിരുന്നു, ഇപ്പോൾ വിരസത. ആരോഗ്യം, സൗന്ദര്യം, കഴിവുകൾ ഒരിക്കൽ തിളങ്ങി നിന്നിരുന്നു, ഇന്ന് നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നു. ഇത്തരത്തിലുള്ള നഷ്ടബോധത്തിന്റെയും ശൂന്യതയുടെയും നടുവിലാണ് ദൈവം പ്രവാചകന്റെ വായിലൂടെ വിളിച്ചു പറയുന്നത്. നിങ്ങളുടെ ഭാവി മുൻകാലത്തേക്കാൾ മഹത്വമുള്ളതായിരിക്കും. ഞാൻ നിങ്ങളോടൊപ്പമുണ്ടല്ലോ, അതിനാൽ നിരാശപ്പെടേണ്ട. ദൈവം നമ്മോട് പങ്കുവെക്കുന്ന 3 ശക്തമായ സന്ദേശങ്ങളുണ്ട്. ഒന്നാമത്, ധൈര്യമായി നിലകൊള്ളുക. ജീവിതത്തിലെ തിരിച്ചടികളും നിരാശകളും നമ്മുടെ മനസ്സിനെ തളർത്തുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് ആത്മവിശ്വാസമാണ്. രണ്ടാമത്, പ്രവർത്തനത്തിലേക്ക് കടക്കുക. കാത്തിരിപ്പിലും നിരാശയിലും കുടുങ്ങി നിൽക്കാതെ നിന്റെ കയ്യിലെ ചെറിയ സാധ്യതകൾ കൊണ്ടുപോലും ആരംഭിക്കാൻ ദൈവം വിളിക്കുന്നു. നീ ചെയ്യുന്ന തുടക്കത്തെ ദൈവം തന്നെ തന്റെ ശക്തിയാൽ പൂർത്തിയാക്കും. പലപ്പോഴും ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾക്ക് കാരണമാകുന്നത് നമ്മൾ ഒന്നും ചെയ്യാതെ എല്ലാം സ്വയം സംഭവിക്കും തിന്നോടൊപ്പമുണ്ട് എന്ന ദൈവത്തിന്റെ ഉറച്ച വാഗ്ദാനം. ദൈവത്തിന്റെ ആത്മാവും സാന്നിധ്യവും നമ്മോടൊപ്പമുണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. ലോകം പരിഹസിച്ചാലും സാഹചര്യം പ്രതിരോധിച്ചാലും ദൈവത്തിന്റെ കൈ വിട്ടുപോകില്ല. പിന്നെ ദൈവം ഉറപ്പു നൽകുന്നു, ഈ ഭവനത്തിന്റെ ഭാവി മഹത്വം അതിന്റെ പൂർവകാല മഹത്വത്തേക്കാൾ ഉന്നതമാകും. ചെറിയതായി തോന്നുന്ന തുടക്കത്തെ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ,
ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം തകർന്നുപോയ ഒരു ദേവാലയത്തെപ്പോലെയായിരിക്കാം, ബന്ധങ്ങൾ ഇടിഞ്ഞുപോയിരിക്കാം, സാമ്പത്തികമായി തകർന്നിരിക്കാം, സ്വപ്നങ്ങൾ മങ്ങിയിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ വാക്ക് വീണ്ടും വിളിക്കുന്നു, ധൈര്യപ്പെടുക, എഴുന്നേറ്റ് പ്രവർത്തിക്കുക, ഞാൻ നിന്നോടൊപ്പമുണ്ട്. നിന്റെ ഭാവി മഹത്വം നിന്റെ കണ്ണീർ നിറഞ്ഞ ഭൂതകാലത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കും. അവിടെ ഞാൻ നിനക്ക് സമാധാനം നൽകും. ഈ വാഗ്ദാനത്തിലേക്കേറാം. ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്കാ സുവിശേഷം 9 അധ്യായം 18 മുതൽ 22 വരെ വരുന്ന വചനങ്ങൾ. ഈ വാഗ്ദാനം യേശുക്രിസ്തുവിൽ എങ്ങനെയാണ് പൂർണ്ണതയിലെത്തുന്നതെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ശ്രദ്ധയോടെ കേൾക്കാം. ഒരു ദിവസം യേശു ഒറ്റയ്ക്കു പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ ശിഷ്യന്മാർ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്നു പറയുന്നു? ശിഷ്യന്മാർ മറുപടി നൽകി, ചിലർ സ്നാപക യോഹന്നാൻ എന്നു പറയുന്നു, മറ്റു ചിലർ ഏലിയ എന്നു പറയുന്നു, പുരാതന പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തെഴുന്നേറ്റു എന്നും ചിലർ പറയുന്നു. പിന്നെ യേശു അവരെ നേരിട്ടു നോക്കി ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്കു വേണ്ടി ഞാൻ ആരാണ്? അതിന് പത്രോസ് ഉറച്ച വിശ്വാസത്തോടെ മറുപടി നൽകി, ദൈവത്തിന്റെ ക്രിസ്തു. യേശു അവരെ ഇതു മറ്റൊരാളോടും പറയരുതെന്ന് മുന്നറിയിപ്പ് നൽകി. പിന്നെ അവൻ വ്യക്തമാക്കി, മനുഷ്യപുത്രന് നിരവധി കഷ്ടങ്ങൾ സഹിക്കേണ്ടിവരും. മതനേതാക്കളാൽ നിരസിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും. പക്ഷേ 3-ാം ദിവസം ഉയിർത്ത് ലോകം യേശുവിനെ പലവിധത്തിൽ കാണുന്നു. നല്ലൊരു ഗുരുവായി, മഹാനായൊരു പരിഷ്കർത്താവായി, അത്ഭുത പ്രവർത്തകനായി, ചരിത്രത്തിലെ ഒരു മഹാപുരുഷനായി. ഇവയിൽ സത്യമുണ്ടെങ്കിലും അത് പൂർണ്ണമല്ല. യേശുവിനെക്കുറിച്ചുള്ള ലോകത്തിന്റെ അഭിപ്രായത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരാൾക്ക് അവനെ യഥാർത്ഥത്തിൽ അറിയാനാവില്ല. അതുകൊണ്ടുതന്നെയാണ് രണ്ടാമത്തെ നിർണായകമായ ചോദ്യം, നിങ്ങൾക്കുവേണ്ടി ഞാൻ ആരാണ്? വ്യക്തിപരമായൊരു തിരച്ചിൽ. എന്റെ ജീവിതത്തിൽ യേശുവിനെന്താണ് സ്ഥാനം? എന്റെ വിശ്വാസത്തിലും അനുഭവത്തിലും ഞാൻ യേശുവിനെ ആരായി അംഗീകരിക്കുന്നു? ഇവിടെ തന്നെയാണ് വിശ്വാസത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനം. പത്രോസിന്റെ മറുപടി പോലെ യേശു ദൈവത്തിന്റെ ക്രിസ്തു, അതായത് അഭിഷിക്തനും, ഇസ്രായേൽ ജനങ്ങൾക്കാ. നമ്മുടെ ജീവിതത്തിലും യേശുവിനെക്കുറിച്ചുള്ള ആ ചോദ്യത്തിന് വ്യക്തിപരമായ മറുപടി അനിവാര്യമാണ്. എന്റെ വേദനകളിലും പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും നേട്ടങ്ങളിലും യേശു എനിക്കെന്താണ്? അദ്ദേഹം എന്റെ രക്ഷകനാണോ? രോഗശാന്തി നൽകുന്ന വൈദ്യനാണോ? മനസ്സിനെ ആശ്വസിപ്പിക്കുന്നവനാണോ? ജീവിതപഥത്തിൽ വഴികാട്ടിയാണോ? ഈ വ്യക്തിപരമായ ഏറ്റുപറച്ചിലാണ് വിശ്വാസത്തിന്റെ യഥാർത്ഥ അടിത്തറ. പക്ഷേ പത്രോസ് ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പ്രഖ്യാപിച്ചപ്പോഴും യേശു അവരെ ശാന്തരാക്കാൻ ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട്? കാരണം ശിഷ്യന്മാരുടെ മനസ്സിലുള്ള മെസ്സിയയുടെ ചിത്രം യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നതല്ലായിരുന്നു. അവർ കരുതിയത് വാൾ പിടിച്ചു യുദ്ധം ജയിച്ച് റോമൻ ആധിപത്യത്തിൽ നിന്ന് മോചനം നൽകുന്ന പ്രതാപനായ രാജാവിനെ പറ്റിയാണ്.